പ്രവേശിക്കും. വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ നിന്ന് മഹാപീഡന കാലത്ത് ദൈവം ഭൂമിയിൽ പാർക്കുന്നവരുടെ മേലും വിശേഷിച്ച് എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിന്മേലും അയക്കുന്ന അന്തിമ ന്യായവിധികളെ കുറിച്ച് നാം പഠിച്ചു വരികയാണ്. അതായത് അന്തിമ ന്യായവിധിയായ കലശ ന്യായവിധി. അതിൽ 6-ാമത്തെ ദൂതൻ തന്റെ കലശം അഥവാ 6-ാമത്തെ കലശ ന്യായവിധി, അത് നിമിത്തം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നാം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12 മുതൽക്ക് 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു അർമഗദ്ദോൻ യുദ്ധമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ആ യുദ്ധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നാം കടക്കുന്നതിന് മുൻപ് 6-ാമത്തെ കലശ ന്യായവിധി കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പൊതുവെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതായത് നാം ആ സമയത്ത് കണ്ടു, കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് യുദ്ധത്തിനായി വന്നു ചേരുവാൻ തക്കവണ്ണം യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നു. അതിനുവേണ്ടി യൂഫ്രട്ടീസ് നദിമേൽ തന്റെ 6-ാമത്തെ കലശം ഒഴിക്കുന്നു എന്നാണ്. ഏറ്റവും ഒടുവിൽ നാം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നിന്ന് ഇക്കാലത്തും എക്കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്കുള്ള ദൈവിക ബുദ്ധിപദേശം, പ്രബോധനം നമ്മൾ കണ്ടു. നമ്മുടെ കർത്താവ് നിനയാത്ത നാഴികയിൽ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ജീവിതം എന്ന ഉടുപ്പ് സൂക്ഷിച്ചും അത് അഴുക്കാകാതെ ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അഥവാ അങ്ങനെയുള്ളവർക്ക് അന്തിമമായ സന്തോഷം ലഭിക്കുകയുള്ളൂ. 16-ാം വാക്യത്തിലാണ് അർമഗദ്ദോൻ യുദ്ധം എന്ന പേര് നാം കാണുന്നത്. അതെല്ലാം നമുക്ക് പഠിപ്പാനായിട്ടുണ്ട്. അർമഗദ്ദോൻ യുദ്ധത്തിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നാം വരുന്നതിന് മുമ്പ് 7-ാമത്തെ കലശ ന്യായവിധിയിൽ ഉണ്ടാകുന്നതും കൂടെ പറഞ്ഞ് അങ്ങ് നിർത്തിയതിന് ശേഷം നമുക്ക് ഈ അർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കാം. 17 മുതൽക്കുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമല്ലോ. 17 തൊട്ട് 21 വരെ വായിക്കാം. 17 to 21 പ്ലീസ്. 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. മലകൾ കാൺമാനില്ലാതെയായി. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. സ്തോത്രം. അന്തിമ വിധിയാണ് 7-ാമത്തെ ദൂതൻ തന്റെ കലശം ഒഴിച്ചതിനെ കുറിച്ച്. അതായത് 7-ാമത്തെ കലശ ന്യായവിധിയെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. അതോടുകൂടെ നാം ഇവിടെ കാണുന്നു സംഭവിച്ചു തീർന്നു. കൺസ്യൂമേഷൻ ഓഫ് എവ്രിതിങ് by the 7th vial ya bowl judgment. ദൈവം ഇതുവരെ
ചൊരിഞ്ഞുകൊണ്ടിരുന്ന ന്യായവിധിയുടെ തീർപ്പ് ദൈവിക ഉദ്ദേശം കൈവരിച്ചതായി ഇവിടെ പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ശത്രുക്കൾ അവരുടെ ശത്രുക്കളുടെ പേര് പറഞ്ഞിട്ട് അവർ ഇതുവരെ പൂർണ്ണമായും ഒടുങ്ങിയിട്ടില്ല, അവർ ഒതുങ്ങുന്നതുവരെ, എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ ഞങ്ങൾ പോരാടും. നമ്മൾ പാട്ടുപാടാറുണ്ട്, പ്രവാചക പുസ്തകത്തിൽ നിന്നും എടുത്തെഴുതിയിട്ട്, നടത്തും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും, തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. ഇവിടെ അതാണ് ഈ 7 വർഷങ്ങൾ കൊണ്ട് കർത്താവ് ചെയ്തത്. ദൈവത്തിന് തിരിച്ചടികൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം നത്തിങ് സർപ്രൈസസ് ഗാഡ്. ദൈവത്തിന് ഇതൊന്നും അത്ഭുതകരം അല്ല. സംഭവിച്ചതൊന്നും ആദമിന്റെ പാപമോ അല്ല ലൂസിഫറിന്റെ പാപമോ തുടങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതായി പോലും സംഭവിക്കുന്ന വീഴ്ചകളും പാപങ്ങളും അനുസരണക്കേടുകളും പിന്മാറ്റങ്ങളും ഒന്നും ദൈവത്തിന് സർപ്രൈസസ് അല്ല. ദൈവത്തിന് പെട്ടെന്ന് അത്ഭുതമുണ്ടാകുന്ന വിധത്തിലുള്ളതൊന്നുമല്ല. കാരണം നമ്മുടെ ദൈവം അനാദിയിൽ തന്നെ ഇതെല്ലാം അറിഞ്ഞവനാണ്. അതിനനുസരിച്ച് മറ്റ് ദൈവീക പദ്ധതികളെ ക്രമപ്പെടുത്തിയവനാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ വിധമായ കാര്യങ്ങളൊന്നും ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. പക്ഷേ ദൈവം അതിനനുസരിച്ച് ദൈവത്തിന്റെ അന്തിമ ഉദ്ദേശത്തെ നിറവേറ്റുന്നതിന് വരെയുള്ള സകല വഴികളും ഒരുക്കിയിട്ടുണ്ട്. ആ സകല പദ്ധതികളും ദൈവം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴും ഈ 7ാമത്തെ കലശ ന്യായവിധി വരെ കാര്യങ്ങൾ നടത്തുന്നത്. അവിടെയും നാം കാണുന്നത് സംഭവിച്ചു തീർന്നു. വീണ്ടെടുപ്പിന് വേണ്ട നിയമപരമായതെല്ലാം ചെയ്തു തീർത്തു എന്ന് ക്രിസ്തു കാൽവറിയിൽ പ്രഖ്യാപിച്ചു, നിവൃത്തിയായി. അത് എന്തുമാത്രമായിരുന്നു? ദ ലീഗൽ റിക്വയർമെന്റ്സ് ഫോർ ദ റിഡംഷൻ. മാനവജാതിയുടെയും തന്നിമിത്തം മുഴു പ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തിന്റെ വിധിപ്രകാരം നിയമപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു എന്നാണ് ക്രിസ്തു കാൽവറിയിൽ പ്രഖ്യാപിച്ചത്, നിവൃത്തിയായി. Fulfillment of every legal requirement for the redemption of mankind, and therefore through the human redemption, that of the entire world or the creation. എന്നാൽ ഇവിടെ ദൈവം പദ്ധതിയിട്ട ആ ദൈവഹിതത്തിന്റെ മർമ്മത്തെ പ്രസ്താവിച്ചതിൻ്റെ ആത്യന്തികതയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവഹിതത്തിന്റെ മർമ്മം ഓർമ്മ കാണുമായിരിക്കുമല്ലോ. എഫേസ്യ ലേഖനം 1:9-10 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടതായി പറഞ്ഞത്. സ്തോത്രം. ദ മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗാഡ്. സ്തോത്രം. എഫേഷ്യൻസ് 1:9-10 നാം അവിടെ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട് ദൈവഹിതത്തിന്റെ മർമ്മം. അതിനനുസരിച്ച്, അതായത് ദൈവം തൻ്റെ സർവജ്ഞാനത്തിലും പരമാധികാരത്തിലും സർവശക്തിയിലും, സർവജ്ഞാനത്തിലും, ഇൻ ഹിസ് ഒംനീഷ്യൻസ്, ഇൻ ഹിസ് സോവറനിറ്റി, പരമാധികാരം, ദൈവത്തിന്റെ സർവശക്തി, ഓൾ മൈറ്റിനെസ്, ഈ 3 കാര്യങ്ങളിൽ ദൈവം
ഇതിന്റെ എല്ലാം പൂർത്തീകരണത്തിന് ഒരു സമയപരിധി നിശ്ചയിച്ചു. സ്തോത്രം. അതാണ് നാം അവിടെ വായിക്കുന്നത്, കാല സമ്പൂർണതയിൽ. എടുത്തെങ്കിലും ഒന്ന് വായിച്ചു ഒന്നും കൂടെ, എഫേസ്യർ 1:9-10. Making known to us the mystery of his will, according to his purpose, which he set forth in Christ, as a plan for the full... Just a minute, Annie sister. See the mystery of his will, then according to his purpose, which he set forth in Christ. It is already set forth. It's already appointed, ordained, decided. യേശു ക്രിസ്തുവിൽ ദൈവം നിർണയിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ദൈവീക പദ്ധതിയാണ് ഇവിടെ ദൈവഹിതത്തിന്റെ മർമ്മം എന്ന നിലയിൽ പൗലോസ് നമ്മോട് പറയുന്നത്. എന്താണത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, as a plan for the fullness of time, to unite all things in him, things in heaven and things on earth. Whether things on earth or in heaven, unite them all in Christ in a particular point of time. That point of time is called the fullness of time. ദൈവം നിശ്ചയിച്ച ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്തിന് വേദപുസ്തകം വിളിക്കുന്ന പേരാണ് കാലസമ്പൂർണത. അത് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെയാണ് ആ പദം കൂടുതലായും ഊന്നി പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി തന്നെ അയച്ചു എന്ന് ഗലാത്യർ 4:4 കാണുന്നു. ഇവിടെ വീണ്ടും നാം ആ പദം കാണുന്നു, കാലസമ്പൂർണത. ആ കാലസമ്പൂർണത എന്ന് പറയുന്നത് ദൈവം തൻ്റെ പൂർവജ്ഞാനത്തിൽ, ഫോർ നോളജ്, പ്രീ നോളജ്, പൂർവജ്ഞാനത്തിൽ നിയമിച്ച, അനുവദിച്ച ആ പ്രത്യേക സമയമാണ്. സ്തോത്രം. അതിന് മറ്റു പല ഭൗമിക ഘടകങ്ങളുമുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ അതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്, സാംസ്കാരിക മാനങ്ങളുണ്ട്, മതപരമായ ചില പൂർണ്ണതകളുണ്ട്. അങ്ങനെ കിടക്കുന്നത് പോലെ തന്നെ ഇതിനും ഉണ്ട് അവ്വിധമായ ചില പൂർണ്ണതകളുടെ വിശദമായ ഭാഗം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെ ദൈവം നിയമിച്ച കാലസമ്പൂർണതയിൽ നിവർത്തിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച്, കൃത്യമായ ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും മുൻപോട്ടോ പുറകോട്ടോ പോകാതെ ദൈവത്തിന്റെ നിയമനത്തിൽ കൃത്യമായി കാര്യങ്ങൾ സംഭവിച്ചു തീരുന്നതാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെയൊക്കെ കൺവെൻഷനായി, കല്യാണമായി, സഭായോഗമായി, ഇനിയിപ്പം ഒരു പ്രത്യേക മീറ്റിംഗ് വരുന്നു, നമ്മുടെ വാച്ച് നൈറ്റ് സർവീസായി, അതിലൊക്കെ നമ്മൾ മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്, പക്ഷെങ്കിൽ കൃത്യമായിട്ട് തീർത്തേ പറ്റൂ. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ വെട്ടിച്ചുരുക്കുകയാണ്. അതുകൊണ്ട് ഇനി സംസാരിക്കുന്നവർ ഓരോ മിനിറ്റ് എടുക്കാവൂ, ഇനി സാക്ഷി പറയുന്നവർ പാട്ട് പാടരുത് എന്നൊക്കെ നമ്മൾ നമ്മുടെ യോഗങ്ങളിലൊക്കെ പറയത്തില്ലേ. കാര്യം എന്താ? നമ്മള് ചില സമയത്തൊക്കെ അങ്ങ് ഒത്തിരി സമയം ഉണ്ട്, അപ്പൊ പിന്നെ ഇനിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ലേലം വിളിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പല സമയത്തും നമ്മള് സമയത്തിന് പുറകിലാ സഞ്ചരിക്കുക.
എന്നാൽ അങ്ങനെയുള്ള ബിഫോർ ടൈമോ ഡിലേയോ ആയിട്ടുള്ള, സമയത്തിന് മുമ്പ് വരുന്നതോ സമയം കഴിഞ്ഞെത്തുന്നതോ ആയ ഒരു സംഗതി ദൈവീക പദ്ധതികളിൽ ഇല്ലേ ഇല്ല. സ്തോത്രം. പക്ഷെ നമുക്ക് പലതും ലേറ്റായി എന്നൊക്കെ തോന്നും. അത് നമുക്കാ തോന്നുന്നത്, നമ്മുടെ കലണ്ടർ വെച്ചിട്ടാണ്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, അല്ലെങ്കിൽ തിരുവെഴുത്ത് പറയുന്നു, സ്തോത്രം, സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഈ മഹാശബ്ദം ആരുടേതാണ്? ദൈവത്തിൻ്റെത് തന്നെ. വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ ഉറവിടം. ദൈവാലയത്തിലെ സിംഹാസനം. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് 4-ാം അധ്യായത്തിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടു. വർണ്ണിക്കാൻ കഴിയാത്തത്ര തേജസ്സുള്ള ഒരു ദൈവം. സ്തോത്രം. സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ സിംഹാസനത്തിൽ നിന്നാണ് ഈ ശബ്ദം വന്നത് എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് എന്നർത്ഥം. ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. സ്തോത്രം. സംഭവിച്ചു തീർന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഇതുമെല്ലാം ഉണ്ടാകുന്നത് ദൈവശബ്ദത്തിങ്കലാണ്. അതുകൊണ്ടാണ് ചിലർ ഈ ശാസ്ത്രത്തെയും എന്താണ് പറയുന്നത്, തിയറി ഓഫ് ഇവല്യൂഷൻ, ഈ പരിണാമ സിദ്ധാന്തത്തെയും സൃഷ്ടി സിദ്ധാന്തത്തെയും കൂടെ ഒരുമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലരും പറയാറുണ്ട്. സയൻസ്, ശാസ്ത്രം അഥവാ ഇവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഒരു ബിഗ് ബാങ് തിയറി പറയാറുണ്ട്. ഇപ്പം ക്രൈസ്തവ പ്രഭാഷകരും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നവരൊക്കെ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പറയുന്നത്, ഞങ്ങൾ അതിനെതിരല്ല, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ബിഗ് ബാങ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഈവൻ ആ ബിഗ് ബാങ് തിയറി വെച്ചാണെങ്കിൽ പോലും അതിന് പുറകിലും ദൈവത്തിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് രണ്ടിനെയും കൂടെ സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനിയും വേണ്ട. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ സീനായി മലയിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഭൂകമ്പം ഉണ്ടായി, ഇടിമുഴക്കം ഉണ്ടായി, മേഘം, അന്ധതമസൊക്കെ ഉണ്ടായി. എല്ലാം എന്തിനോട് ചേർന്നായിരുന്നു? ദൈവ ശബ്ദത്തോട് ചേർന്ന്. ഇവിടെയും നമുക്കത് തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. എന്നിട്ട് മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ദൈവം ഓർക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇവിടെ ഒരു നാശോന്മുഖമായ ഓർമ്മയാണ് ദൈവത്തിനുള്ളത്. ബാബിലോണിനെ ഓർത്തു. ഇവിടെ ബാബിലോൺ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ഇപ്പോൾ പറഞ്ഞു വിടുന്നു. നാം 17-ഉം 18-ഉം അധ്യായങ്ങൾ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരും. ഇവിടെ ബാബിലോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 സാധ്യതകൾ. ഇതിനു മുമ്പും നമ്മൾ പഠിച്ചായിരുന്നു അതിനെക്കുറിച്ച്. ഇവിടെ ഞാൻ എടുത്തു പറയുന്നു. ഒന്ന് അക്ഷരീയ ബാബിലോൺ ആകാം, മറ്റൊന്ന് എതിർ ക്രിസ്തുവിന്റെ ഭരണസിരാ കേന്ദ്രമായ പുനർജീവിപ്പിക്കപ്പെടുന്ന റോം ആകാം. This Babylon can either be literal Babylon or the capital
of Antichrist during his reign here on earth. That is the revived Rome. The revived Rome. റോമിന് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന തരത്തിലെ ഒരു നാശം സംഭവിച്ചിട്ടില്ല. അതർവൈസ് റോം was never been overcome by any other nation. റോമിനെ മറ്റ് സാമ്രാജ്യങ്ങളെ തോൽപ്പിച്ചതുപോലെ ഒരു സാമ്രാജ്യം തോൽപ്പിച്ചതായി ചരിത്രത്തിലില്ല. അത് ചരിത്രത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുക മാത്രമായിരുന്നു. അതുകൊണ്ട് ആ റോമിനെ മറ്റ് സാമ്രാജ്യങ്ങളെ പോലെ തകർത്തെറിയേണ്ട ആവശ്യമുണ്ട്. അത് സംഭവിക്കുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനാലാണ്. Christ Jesus will overcome the literal Rome, which would be revived during this Antichrist reign. എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് പുനർജീവിപ്പിക്കപ്പെടുന്ന, വീണ്ടും ശക്തിയാർജിക്കുന്ന, പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്ന റോം, ആ റോമിനെയും അക്ഷരീയമായി തോൽപ്പിച്ച് മറ്റൊരു സാമ്രാജ്യം അതിന്മേൽ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. അത് ക്രിസ്തുവിന്റെ സാമ്രാജ്യമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ റോമിനെ ഓർത്തു, ബാബിലോണിനെ ഓർത്തു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ക്രോധമദ്യം അവളെ കുടിപ്പിക്കുവാൻ, ആ പട്ടണത്തിന്റെ മേൽ പകരുവാൻ. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെയായി. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. മനുഷ്യരുടെ അന്തിമമായ നാശത്തിന് വേണ്ടി ഉള്ളതാണ്. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. അന്തിമ ന്യായവിധിയിലും മനുഷ്യർ ദൈവത്തിങ്കലേക്ക് തിരിയാതെ പാപം അവരെ പൂരിപ്പിക്കുന്ന അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ലോകത്തിന്റെ അവസാനം സംഭവിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 6ഉം 7ഉം കലശ ന്യായവിധികളിലൂടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ലോകത്തിന്റെ നാശം സംഭവിക്കുകയാണ്. സ്തോത്രം. ഇവിടെ കണ്ടോ, സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെയായി. ഇതേ സംബന്ധിച്ചൊരു പ്രവചനമുള്ളത് ഓർമ്മയുണ്ടോ? എല്ലാ കുന്നും നികന്നു വരും. പുതിയ നിയമത്തിൽ അത് പ്രവചിച്ചതാരാണ്? യോഹന്നാൻ സ്നാപകൻ. സ്തോത്രം. ഓർമ്മ കാണും, കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് 10 ഗ്യാരണ്ടികൾ അഥവാ 10 തെളിവുകൾ നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ലെന്ന് തോന്നല്ലേ? ഇല്ല എന്നാ തോന്നുന്നത്. പക്ഷെങ്കിൽ ഇല്ല, നമ്മൾ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു ആ കാര്യം. അതിൽ ഒന്നാണ് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം എന്നുള്ളത്. 10 proofs or guarantees for the coming of our Lord Jesus. One of them was the testimony, the guarantee of the testimony of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തിന്റെ ഉറപ്പ്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുവിന് മുമ്പ് വഴിയൊരുക്കുവാനായിട്ട് വന്ന് ശുശ്രൂഷിക്കുമ്പോൾ
പറഞ്ഞ കാര്യമാണ്. എല്ലാ കുന്നും താഴ്ന്നും പിന്നെ എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞ ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. റെഫറൻസും കൂടെ പറഞ്ഞു. ലൂക്കോസ് 3:4. Luke chapter 3 verses 4 following. യോഹന്നാൻ സ്നാപകൻ വന്ന് ശുശ്രൂഷിച്ചതാ. അപ്പോൾ പറഞ്ഞ കാര്യമായി. എന്നാൽ യോഹന്നാൻ പറഞ്ഞ ആ കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ഭൗതിക ജീവകാലത്തോ ശുശ്രൂഷാകാലത്തോ നിറവേറിയോ? ഇല്ല. ആത്മീയമായി ചിലതൊക്കെ സംഭവിച്ചെന്നല്ലാതെ ഭൂമിശാസ്ത്രപരമായി ഈ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ജിയോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായി ആ കാര്യങ്ങൾ ഇപ്പോൾ നിറവേറുകയാണ്. എന്ന് വെച്ചാൽ സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണുന്ന, സ്തോത്രം, മുഴുപ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് ദൈവം സകലത്തെയും നയിക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ 6ഉം 7ഉം കലശ ന്യായവിധികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അന്തിമമായ വീണ്ടെടുപ്പിന് വേണ്ടി സകല ശത്രുക്കളെയും കർത്താവായ യേശുവിന്റെ കാൽക്കീഴിലാക്കുന്ന അനുഭവങ്ങളാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ ഭരണം ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപ് ഈ ലോകത്തിന്റെ ഭരണം മനുഷ്യരുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റുന്ന അവസ്ഥ, ജാതികളുടെ കാലം പൂർണ്ണമാകുന്ന അവസ്ഥ. സ്തോത്രം. ലോകഭരണം ദൈവം ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ക്രിസ്തു ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. അതിന്റെ വിശദാംശം അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വയ്ക്കുന്ന ഭാഗമാണ് നാം 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. 19-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽക്ക് വായിച്ചോളൂ. "24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. കണ്ടോ? ആ ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ, ഈ അധ്യായത്തെ വിളിക്കുന്നത് ഹല്ലേലൂയ ചാപ്റ്റർ, അധ്യായം എന്നാണ്. ആവർത്തിച്ച് ഹല്ലേലൂയ എന്ന ഘോഷം, കോറസ് നമുക്ക് കേൾക്കാം. അതിൽ പറയുന്നത് 6-ാമത്തെ വാക്യത്തിൽ കണ്ടില്ലേ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. ഈ 6ഉം 7ഉം കലശ ന്യായവിധികളുടെ അനന്തരമായി സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. മാനുഷിക ഭരണകൂടങ്ങളെല്ലാം മാറും. ഏറ്റവും അവസാനത്തെ മാനുഷിക ഭരണകൂടമാണ് എതിർ ക്രിസ്തുവിൻ്റെത്. അതിനെ തുടച്ചു നീക്കുന്ന അന്തിമമായ ചരണങ്ങളാണ് 6ഉം 7ഉം കലശ ന്യായവിധികൾ. അതിനുശേഷം നാം കാണുന്നത് ക്രിസ്തു രാജത്വം ഏൽക്കുകയാണ്.
ക്രിസ്തു രാജ്യത്വം ഏൽക്കുന്നു. കേവലം 1000 ആണ്ട് വാഴ്ചയിൽ മാത്രമല്ല യേശു ക്രിസ്തു രാജ്യത്വം ഏൽക്കുന്നത്. 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ താൻ രാജാവായി അതുവരെ വാണിരുന്ന മാനുഷിക ഭരണകൂടങ്ങളെ തുടച്ചു മാറ്റും. അത് തുടച്ചു നീക്കുന്നതിനുള്ള വഴികളാണ് പ്രത്യേകിച്ച് 6-ാമത്തെ കലശന്യായ വിധിയിൽ ഒരുങ്ങുന്നത്. ഇത്രയും അതിന്റെ ക്രമമനുസരിച്ച് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേറെ വേണോ? മനസ്സിലായി. നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഈ 6ഉം 7ഉം കലശന്യായ വിധികൾ അന്തിമമാണ്. ലോക ഭരണകൂടങ്ങളെ തച്ചുടയ്ക്കുന്നു. പ്രത്യേകിച്ച് ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല്, നെബൂഖദ്നേസർ കണ്ട ആ വലിയ ബിംബത്തെ തല സ്വർണം കൊണ്ടും, അതായത് ബാബിലോൺ, നെഞ്ചും ഭുജങ്ങളും വെള്ളി കൊണ്ടും മേദ്യ പേർഷ്യ, വയറും അരയും താമ്രം കൊണ്ടും ഗ്രീസ്, കാലുകൾ ഇരുമ്പ് കൊണ്ട് റോം, ഈ 4 ഭരണകൂടങ്ങളെ ദൈവം നെബൂഖദ്നേസറിന് കാണിച്ചു കൊടുത്തു. എന്നാൽ 34 ദാനിയേൽ 2-ാം അധ്യായം 34-35 വാക്യങ്ങളിലും അതിന്റെ അർത്ഥവ്യാഖ്യാനം 44-45 വാക്യങ്ങളിലുമായി പറഞ്ഞിരിക്കുന്നത് പോലെ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ആരാണത്? യുഗങ്ങളുടെ പാറയായ ക്രിസ്തു. സ്തോത്രം. പിളർക്കപ്പെട്ട പാറയായ ക്രിസ്തു, ദൈവസഭയുടെ അടിസ്ഥാന മൂലക്കല്ലായ ക്രിസ്തു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ മാന്യവും ശ്രേഷ്ഠവുമായി തീർന്ന മൂലക്കല്ലായ ക്രിസ്തു. സ്തോത്രം. ജീവനുള്ള കല്ലായ ക്രിസ്തു. അപ്പോൾ ആ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന കല്ല് എന്ത് ചെയ്യുന്നു? സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും, ഏറ്റവും ഒടുവിൽ കളിമണ്ണും ഇരുമ്പും കൂടെ ചേർന്നുള്ള പാദങ്ങളിൽ വന്ന് അടിച്ച് ആ ബിംബത്തെ പിന്നെ കാണാനില്ലാത്തതുപോലെ കാറ്റത്ത് പാറിപ്പോകുന്നത് പോലെ എടുത്തു കളഞ്ഞിട്ട് ആ കല്ല് വളർന്ന് ഭൂമി മുഴുവനും നിറയുന്ന ഒരു പർവ്വതമായി തീർന്നു. അത് അക്ഷരീയമായി സംഭവിക്കുകയാണ് ഈ 6ഉം 7ഉം കലശന്യായ വിധികളിലൂടെ. ലോക ഭരണകൂടങ്ങളെ മാറ്റുന്നു. ജാതികളുടെ കാലം തികയുന്നു. ദൈവത്തിന്റെ ക്രിസ്തു രാജ്യഭരണം ഏൽക്കുന്നു. സ്തോത്രം. അത് മഹാപീഡനത്തിന്റെ ഒടുവിലത്തെ മാനുഷിക ഭരണകൂടമായ ലാസ്റ്റ് ഹ്യൂമൻ ഗവൺമെന്റ് ഭരണകൂടമായ എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടത്തെ മാറ്റുന്നതിൽ ആരംഭിക്കുകയാണ്. അതിനെ മാറ്റി ശുദ്ധീകരണം വരുത്തിയ ശേഷമാണ് 1000 ആണ്ട് വാഴ്ച എന്ന ക്രിസ്തു ഭരണത്തിന്, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സ്നേഹ ഭരണത്തിന്
തുടക്കം കുറിക്കുന്നത്. അന്നു മുതലല്ല യേശുവിന്റെ ഭരണം. അതിനു മുമ്പേ കർത്താവ് രാജാവായി ഭരണം ഏറ്റ് മറ്റ് മാനുഷിക ഭരണകർത്താക്കളെ, സാത്താൻ ഉൾപ്പെടെ ഉള്ളവരെ മാറ്റിക്കളയുന്നു. സ്തോത്രം. അതാണ് നാം ഇപ്പോൾ വായിച്ച 6, 7 കലശന്യായ വിധികളിലും 19-ാം അധ്യായത്തിന്റെ 5, 6 വാക്യങ്ങളിലും ഒക്കെ കണ്ടത്. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ സംശയം ഒന്നുമില്ലെന്നാണ് നിങ്ങളുടെ മൗനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് 16-ാം അധ്യായത്തിലേക്ക് പോകാം. അധികം പറയാൻ നമുക്ക് സമയം ഇന്നില്ല. അതുകൊണ്ട് തുടങ്ങിയാൽ തീരുമോ എന്ന ആശങ്കയും എനിക്കുണ്ട്. എന്നാൽ ഒന്ന് തുടങ്ങി വെച്ചേക്കാം. അർമ്മഗദ്ദോന് ഒരു ആമുഖം എന്ന നിലയിൽ. അതിലെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലും കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് ആവർത്തിക്കാം. ഇവിടെ 6-ാമത്തെ കലശന്യായ വിധിയിൽ, അല്ലെങ്കിൽ അതിന്റെ 12-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. 16 verse 12 once again please. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, പ്രധാനപ്പെട്ട വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നദിയാണ് യൂഫ്രട്ടീസ്. മെസപ്പൊട്ടേമിയയുമായി ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. ഏദനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയും അതിൻ്റെ 4 ശാഖകളും, അതിൽ ഈ ടൈഗ്രീസും യൂഫ്രട്ടീസും ഉൾപ്പെടുന്നു. ഈ യൂഫ്രട്ടീസ് നദിയെ മഹാനദി എന്ന് വിളിക്കുന്നു. ഇസ്രായേലിന് അതിരിടുന്നതുമായും ഈ നദിക്ക് ബന്ധമുണ്ട്. അബ്രഹാമിന്റെ വിളിയും ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണവും നിമ്രോദിലൂടെയുള്ള മത്സരവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ ക്രൈഡിൽ, തൊട്ടിലാണ് ഈ യൂഫ്രട്ടീസ് നദീതടം. ഏതാണ്ട് 1800 മൈൽ നീളമുള്ള, 1800 മൈൽസ് ലോങ് നീളമുള്ള, ചിലയിടങ്ങളിലൊക്കെ 3600 ഫീറ്റ്, 3600 ഫീറ്റ് വൈഡ് വീതിയുമുള്ള, എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിലൊക്കെ 3600 അടി വരെ വീതിയും ഏതാണ്ട് 30 അടി 30 ഫീറ്റ് ഡെപ്ത് ആഴവുമുള്ള ഒരു നദിയാണ് ഈ യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള സ്ഥലം, കര എന്ന നിലയിലാണ് മെസപ്പൊട്ടേമിയ അറിയപ്പെടുന്നത്. നമ്മളത് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. മെസോപൊട്ടാമോസ്, ഹിപ്പോപൊട്ടാമോസ്, ഇതൊക്കെ നമ്മളന്ന് കണ്ടതാണ്. പൊട്ടാമോസ് റിവർ, പൊട്ടാമിയ റിവേഴ്സ്, നദികൾക്കിടയിലുള്ള സ്ഥലം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. It is the very dividing line between the Eastern and Western civilizations. പാശ്ചാത്യ പൂർവ സംസ്കാരങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രത്യേക
നദി കൂടെയാണ് ഈ യൂഫ്രട്ടീസ്. ഈസ്റ്റും വെസ്റ്റുമായിട്ട് ഉള്ള സംസ്കാരങ്ങൾ. സ്തോത്രം. ബോർഡർ ഓഫ് ഓൾഡ് റോമൻ എംപയർ, പഴയ റോമ സാമ്രാജ്യത്തിന്റെ അതിരായിരുന്നു ഈ യൂഫ്രട്ടീസ്. ഈ നിലകളിലൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ നദി, അത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവും എതിർ ക്രിസ്തുവിനെയും സാമ്രാജ്യത്തെയും തുടച്ചു നീക്കുന്നതും ഇസ്രായേലിന് അന്തിമ വീണ്ടെടുപ്പ് നൽകുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ പ്രാധാന്യം ഇതിനുണ്ട്. ഈ നദീതടം, ഈ പ്രത്യേക സ്ഥലം ഒക്കെ വേദപുസ്തക ചരിത്രത്തിൽ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് എടുത്ത് പറയുവാൻ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസവും കാണുകയുണ്ടായല്ലോ, 5 വേദപുസ്തക എഴുത്തുകാർ ഈ പ്രത്യേക അർമഗദോൻ യുദ്ധത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതായി. ബൈബിളിലെ തന്നെ പല പ്രധാനപ്പെട്ട യുദ്ധങ്ങളും ഈ സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലം അന്തിമമായി ഒരിക്കൽ കൂടെ ഒരുങ്ങുകയാണ്. സ്തോത്രം. ഒരുങ്ങുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പൗരസ്ത്യ രാജ്യങ്ങളുടെ വളർച്ച, സാമ്പത്തിക മുന്നേറ്റം, രാഷ്ട്രീയ സ്ഥിരത, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതിക മികവ്, ഇതൊക്കെ നമ്മൾ കാണുമ്പം ഈ കാര്യം ഓർത്താൽ മതി. സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളായി കാണപ്പെടുന്നത്. വളർച്ച, സാമ്പത്തിക വളർച്ചയും കൈവരിച്ചു കൊണ്ടിരിക്കുന്നു, സാങ്കേതിക മികവ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ അതിശയിപ്പിക്കുമാറ് ഈ പൗരസ്ത്യ രാഷ്ട്രങ്ങൾ വളരെയധികം മുന്നേറുന്നത് നമുക്ക് കാണാം. രാഷ്ട്രീയ മുതലെടുപ്പ് ആൾക്കാർ നടത്തുന്നുണ്ട്, അവർ നടത്തിക്കോട്ടെ, അത് സംഭവിക്കേണ്ടതു തന്നെ. സ്തോത്രം. നമ്മൾ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെയും ഏതെങ്കിലും ഒരു മൂല മാത്രം കണ്ടുകൊണ്ട് പ്രാകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാ. പക്ഷെ മറുഭാഗം കാണുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയെ, ഏത് സർക്കാരിനെ സ്ഥാപിച്ചാൽ ഈ കാലസമ്പൂർണതയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സകല കാര്യങ്ങളെയും ക്രമീകരിച്ച സർവജ്ഞനായ ദൈവത്തിനറിയാം. സ്തോത്രം. അതിന് പറ്റിയ ആളിനെ ദൈവം ഭരണതലത്തിലേക്ക് ഉയർത്തും. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ സമയത്ത് ഇതുപോലെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൾച്ചറൽ ഡെവലപ്മെന്റ് പണിപരമായി, വാണിജ്യപരമായി, സാംസ്കാരികമായി ഒക്കെ വലിയ വലിയ വികസനങ്ങളാണെന്നുണ്ടായത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗ്രീക്ക് സംസ്കാരത്തെ ലോകമെങ്ങും പരത്തി. എന്തിനു വേണ്ടിയായിരുന്നു? സുവിശേഷത്തിന്റെ വ്യാപനം എളുപ്പമാക്കാൻ. God had used
Alexander the Great and the Grecian Empire to spread the Grecian culture, especially the language, to make gospel transmission very easy and speedy. God made use of the Roman governments to build up roads and also to clean up the sea paths. റോഡുകൾ നമുക്കറിയാം, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഓൾ റോഡ്സ് ലീഡ് ടു റോം. എല്ലാ റോഡുകളും റോമിലേക്ക്. അത്രയ്ക്കുള്ള റോഡ് പണികളായിരുന്നു അന്നുണ്ടായത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഗഡ്കരി സാഹിബ് പണിയുന്നതിനേക്കാൾ വലിയ പണിയാണ് റോഡുകളുടേത്, ഗതാഗത മാർഗങ്ങളിൽ അന്നത്തെ റോമൻ സാമ്രാജ്യം ചെയ്തത്. അതുപോലെ കടൽ കൊള്ളക്കാരിൽ നിന്ന് യാത്രക്കാരെ, കപ്പലുകളെ രക്ഷിക്കുന്നതിന് റോമൻ സാമ്രാജ്യത്തിലെ ഗതാഗത വകുപ്പ് സീ പാത്സ്, കടലിലെ പാതകളൊക്കെ പിറേറ്റ്സിൽ നിന്ന്, കടൽ കൊള്ളക്കാരിൽ നിന്ന് മുക്തമാക്കി. എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക്. സ്തോത്രം. അതുകൊണ്ടല്ലേ വളരെ ശരീരത്തിൽ ബലഹീനനായ പൗലോസിനെ പോലെ ഉള്ളവർ 2ഉം 3ഉം ഭൂഖണ്ഡങ്ങളിൽ താണ്ടി സുവിശേഷം അറിയിച്ചത്. സ്തോത്രം. ഇങ്ങനെ അന്നത്തെ ലോകം യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കപ്പെട്ടതുപോലെ ഇന്നത്തെ ലോകത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനു വേണ്ടി ഒരുക്കിയെടുക്കാൻ ദൈവം ചില രാഷ്ട്രീയ നേതാക്കളെ എല്ലാ രാജ്യങ്ങളിലും ഒരുക്കുന്നു. പ്രത്യേകിച്ച് പൗരസ്ത്യ ഈസ്റ്റേൺ കൺട്രീസിലെ ഡെവലപ്മെന്റ്സ്, സാമ്പത്തിക, സാങ്കേതിക, സാംസ്കാരിക വികസനങ്ങൾ. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഉള്ളതിന്റെ വികസനം കാണുമ്പോൾ ഓർക്കണം, ഇതെല്ലാം എവിടേക്ക് വിരൽ ചൂണ്ടുകയാണ്? അർമഗെദ്ദോനിലേക്ക്. അതിനുള്ള ഒരുക്കമാണ്. ഇവിടെ ആ ഒരുക്കങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സ്തോത്രം വ്യഗ്രത. മറ്റൊന്നിനും വേണ്ടിയല്ല, ഇതിന്റെ ഒരുക്കം പൂർണ്ണമാകും മുമ്പേ നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ വരും. ഇവിടെ അതിന്റെ പരിപാടികൾ ഒരുങ്ങുന്നതിനും ഇണങ്ങുന്നതിനും മുമ്പേ കർത്താവ് നമ്മെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ട് ആ വരവിനായി നമുക്കൊരുങ്ങുവാൻ ഈ പഠനവും മുഖാന്തരമാകട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിച്ച് നമുക്ക് സാധ്യമാകുമെങ്കിൽ ബാക്കി ഭാഗം നാളെ നമുക്ക് ചിന്തിക്കാം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ അറിയിക്കാം. സ്തോത്രം. നമുക്കൊരുമിച്ച് അവിടെ ഇവിടങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അതിനു വേണ്ടി ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.